പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 93 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. ക്ലാസ് 7 ചാപ്റ്റർ 4 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ആഡ് ദ നമ്പേഴ്സ് ഇൻ ഈച്ച് പിക്ചർ ബിലോ, റൈറ്റ് ദർ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻസ് ആൻഡ് സിംപ്ലിഫൈ ദം. Try adding the numbers in each picture in a couple different ways and see that you get the same thing. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പിക്ചർ നമുക്കിവിടെ താഴെ തന്നിട്ടുണ്ട്. അതിൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എഴുതി അതിനെ സിംപ്ലിഫൈ ചെയ്യണം. നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് വേസിൽ ഇത് എഴുതി ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയേ, 5y - 6x 2 5y. ഇതിനെ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് വേസിൽ നമ്മളിതിനെ എഴുതി ചെയ്യണം. അപ്പോൾ ഇതിവിടെ നമുക്ക് ഫസ്റ്റ് വേ അല്ലെങ്കിൽ വേ 1 എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ റോ വൈസ് ആഡ് ചെയ്യാം. എന്ത് വരും? 5y പ്ലസ് -6 പ്ലസ് x പ്ലസ് x പ്ലസ് 2 പ്ലസ് 5y. ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ലൈക്ക് ടേംസിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? ലൈക്ക് ടേംസ് y ഉള്ളത് 5y പ്ലസ് 5y ഇല്ലേ? എന്ത് വരും? 5yയും 5yയും കൂടെ 10y എന്ന് വരും. ഒന്നെങ്കിൽ നിങ്ങൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതിയിട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ലൈക്ക് ടൈംസ് ഒരുമിച്ച് എഴുതുക. 5y പ്ലസ് 5y പ്ലസ് ഇനി എക്സ് ഉള്ളത് x പ്ലസ് x പ്ലസ് -6 പ്ലസ് 2. എന്നിട്ട് ബാക്കിയുള്ള എക്സ്പ്രഷൻ ടേംസുകൾ അതേപോലെ തന്നെ എഴുതുക. = 5y പ്ലസ് 5y ഈസ് 10y പ്ലസ് x പ്ലസ് x ഈസ് 2x. എക്സും എക്സും കൂടെ ആഡ് ചെയ്താൽ 2x. പിന്നെ എന്ത് വരും? -6 പ്ലസ് 2 ദാറ്റ് ഈസ് -4. 1 മൈനസും 1 പ്ലസും ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ ഇടും. അപ്പോൾ -4. ഇനി അടുത്ത മെത്തേഡ് നമുക്ക് എങ്ങനെ ചെയ്യാം? സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ എത്ര 5y ഉണ്ട് എന്ന് നോക്കുന്നു. എത്ര എണ്ണം ഉണ്ട്? 5y 2 ടൈംസ് 5y ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വേ 2-ൽ 2 × 5y പ്ലസ് അടുത്തത് എക്സും 2 ടൈംസ് ഉണ്ടല്ലേ. അപ്പോൾ 2 × x പ്ലസ് അടുത്തത് -6 പ്ലസ് 2 = 5 × 2 10y പ്ലസ് 2 × x ഈസ് 2x. ഇവിടെ എന്ത് വരും? -6 പ്ലസ് 2 ഈസ് -4. നോക്കിയാൽ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് വേസിൽ ചെയ്തപ്പോഴും നമുക്ക് ആൻസർ എന്ത് തന്നെ കിട്ടി? സെയിം തന്നെ കിട്ടി. കണ്ടല്ലോ. ഇനി അടുത്ത് നോക്കിയാൽ ഇതിനെ നമ്മൾ ആദ്യം റോ വൈസ് ആഡ് ചെയ്യുന്നു. അന്നേരം എന്ത് വരും? ഫസ്റ്റ് വേ ആണ് 2p പ്ലസ് 3q പ്ലസ് -2 പ്ലസ് 3 പ്ലസ് 3q പ്ലസ് 2p പ്ലസ് 3 പ്ലസ് -2 പ്ലസ് ഇങ്ങനെ റോ വൈസ് ആണ് നമ്മൾ ആഡ് ചെയ്തു പോകുന്നത് കേട്ടോ. 2p പ്ലസ് 3q പ്ലസ് 3q പ്ലസ് 2p. ഇനി നമ്മളിതിൻ്റെ ലൈക്ക് ടേംസുകളെ എല്ലാം കൂടെ എഴുതുന്നു. 2p എത്ര എണ്ണം ഉണ്ട്? p വരുന്നത് എത്ര എണ്ണം ഉണ്ട്? 2p ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ 2p പ്ലസ് 2p 4p 6p പ്ലസ് 2p ഈസ് 8p. അടുത്തത് q വരുന്നത് 3q പ്ലസ് 3q 6q 9q 12q. അടുത്തത് 2 എത്ര എണ്ണം ഉണ്ട്? 2 -2കളുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ -4. അടുത്തത് 2 3. അപ്പോൾ 3 പ്ലസ് 3 6 പ്ലസ് 6. 2 ഇവിടെ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ നെഗറ്റീവ് സൈൻ കൊടുത്തത്. = എന്ത് വരും? 8p പ്ലസ് 12q -4ഉം പ്ലസ് 6ഉം കൂടെ പ്ലസ് 2 എന്നാവും. ഇങ്ങനെ കിട്ടി. ഇനി നമ്മുടെ അടുത്ത വേയിൽ നമ്മൾ ചെയ്യുന്നു. അടുത്ത വേ വരുമ്പോൾ എന്ത് വരും? ഇവിടെ നമ്മൾ 2p എത്ര ടൈംസ് ഉണ്ട് എന്ന് നോക്കുന്നു. വേ 2p എത്ര ടൈംസ് ഉണ്ട്? 1 2 3 4. അപ്പോൾ 4 × 2p പ്ലസ് അടുത്ത q വരുന്ന 3q 1 2 3 4. അപ്പോൾ 4 × 3q. അടുത്തത് -2
2 times. അപ്പോൾ 2 into -2 plus 2 into 3 is equal to 4 2s are 8. 8p plus 4 3s are 12 cube. ഇവിടെ എന്ത് വരും? 2 into -2 is -4 plus 6 is equal to 8p plus 12q plus 2. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 2 എന്ന് വരും. കണ്ടോ, മുകളിലത്തെ അതേ എക്സ്പ്രഷൻ തന്നെയാണ് നമുക്ക് താഴെയും കിട്ടിയത്. രണ്ട് വേയിൽ ചെയ്തപ്പോഴും നമുക്ക് സെയിം തന്നെ കിട്ടി. ഇനി അടുത്ത ലാസ്റ്റ് വൺ, വേ വണ്ണിൽ നമ്മളിതെല്ലാം കൂടെ ഇങ്ങനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? -5g plus 5k plus 5k plus -5g plus 5k 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 plus -5g plus 5k plus 5k plus -5g. അതായത് നമ്മളിങ്ങനെ റോ വൈസ് എല്ലാത്തിനെയും ആഡ് ചെയ്യും. ഇനി നോക്കിയേ ഇസ് ഈക്വൽ ടു, ഇനി നമ്മൾ ലൈക്ക് ടേംസിനെ ആഡ് ചെയ്യുന്നു. നോക്കിയേ -5g എത്ര പ്രാവശ്യമുണ്ട്? 4 times ഉണ്ട് അല്ലേ? അപ്പോൾ എന്തെഴുതാം? എല്ലാം കൂടെ ചെയ്യുമ്പോൾ 5 എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പോൾ 5 10 15 20 -20g പ്ലസ് ഇനി അടുത്തത് k ഉള്ളതെല്ലാം കൂടെ 5k 10k 15k 20k 25 30 35 40 45 50 55 60k. നമ്മളിങ്ങനെ തന്നെ എഴുതും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അടുത്ത നമ്മുടെ വേ 2 എന്ന് പറയുന്നത് എന്താണ്? വേ 2വിൽ നമ്മൾ -5g എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കും. എത്രയാണ്? 1 2 3 4. അപ്പോൾ 4 into -5g പ്ലസ് 5k എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. 12 into 5k is equal to 5 4s are 20. -5 ആണ്. സോ -20g plus 12 into 5 60k. അപ്പോൾ -20g plus 60k എന്ന് കിട്ടി. ഇനി അടുത്ത് സിംപ്ലിഫൈ ഈച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻ. നമുക്ക് താഴെ തന്നിരിക്കുന്ന ഓരോ എക്സ്പ്രഷനെയും സിംപ്ലിഫൈ ചെയ്ത് എഴുതാനാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയേ, ഫസ്റ്റ് എക്സ്പ്രഷൻ ഇതാ, ഇവിടെ ഒരു കോമ തന്നിട്ടുണ്ട് കണ്ടോ? ഇതാണ് ഫസ്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ എന്ത് വരും? 4 times p ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് 4p എന്ന് എഴുതാം. ദിസ് ഈസ് 4p. അടുത്തത് 3 times p, അപ്പോൾ 3p. പിന്നെ എന്തുണ്ട്? ഒരു ക്യൂവും കൂടെ ഉണ്ട്, അപ്പോൾ പ്ലസ് ക്യൂ. അടുത്ത് എന്ത് വരും? p plus q plus p minus q. ലൈക്ക് ടേംസ് നോക്കുമ്പം p plus p ദാറ്റ് ഈസ് 2p. അടുത്ത് നോക്കിയേ, q minus q ദാറ്റ് ഈസ് 0. അതുകൊണ്ട് 2p മാത്രമേ നമ്മളിവിടെ എഴുതത്തുള്ളൂ കേട്ടോ. ഇനി അടുത്തത് p minus q plus p minus q. ലൈക്ക് ടേംസ് നോക്കിയാൽ p plus p ദാറ്റ് ഈസ് 2p. അടുത്തത് -q രണ്ടും മൈനസ് ആണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പോൾ 2q. അപ്പോൾ 2p minus 2q. ഇവിടെയോ p minus p. p minus p 0 ആയിപ്പോൾ q plus q 2q. ഇവിടെ വരുമ്പോഴോ ഇത് നോക്കി, ഇത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം ആദ്യം. അപ്പോൾ p plus q, ബ്രാക്കറ്റിന് വെളിയിൽ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ബ്രാക്കറ്റിനകത്ത് എല്ലാത്തിൻ്റെയും സൈൻ ചേഞ്ച് ആകും. അപ്പോൾ -p -q. ഓക്കെ, p minus p 0, q minus q 0 അല്ലേ? അപ്പോൾ എന്ത് വരും? രണ്ടും 0 എന്ന് വരും. ഇത് 0 ആയിട്ട് മാറും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നോക്കിയേ, p minus p അല്ലേ? 1 + 1 -1, അപ്പോൾ അത് 0 ആയിപ്പോൾ. ഇവിടെ 2 q ഉണ്ട്, 2 നെഗറ്റീവാണ്, അപ്പം -2q എന്ന് വരും. ഇനി അടുത്തത് നോക്കിയേ, 2d -d -d. ഇതെങ്ങനെ വരും? നോക്കിയേ, 2d മൈനസ് എത്ര എണ്ണം ഉണ്ട്? 3d അല്ലേ? നെഗറ്റീവ് സൈനുള്ള 3 എണ്ണം ഉണ്ട്, അപ്പം -3d.
ഇതെന്ത് വരും? നെഗറ്റീവ് ഡി എന്ന് വരും അല്ലേ? 2 - 3 ഇൻറ്റു ഡി എന്ന് എഴുതാം. 2 - 3 ഈസ് നെഗറ്റീവ് 1d, ദാറ്റ് ഈസ് നെഗറ്റീവ് ഡി. ഇവിടെ നോക്കിയേ, 2d - d - d മൈനസ് സി. ഇതെന്തായിട്ട് വരും? എങ്ങനെ വരും? 2d മൈനസ് ഇത് രണ്ടും കൂടെ 2d മൈനസ് സി. 2d - 2d 0. പിന്നെന്തുണ്ട്? നെഗറ്റീവ് സി. അടുത്ത് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ എന്താവും? 2d - d പ്ലസ് സി. ബ്രാക്കറ്റിൻ്റെ വെളിയിൽ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ബ്രാക്കറ്റിലെ സൈൻ ചേഞ്ച് ആയിട്ട് -d പ്ലസ് സി എന്നായിട്ട് മാറും. എന്ത് വരും? ഇവിടെ 2d ഇത് രണ്ടും കൂടെ -2d. 2d - 2d ഈസ് എന്ത് വരും? 0 വരും പ്ലസ് സി. അപ്പോൾ ആൻസർ ഈസ് സി. അടുത്ത ഇവിടെ എന്താവും? 2d ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പം -d പ്ലസ് d മൈനസ് സി. ഇവിടെ ഈ -dയും പ്ലസ് ഡിയും കൂടെ ക്യാൻസൽ ആയിപ്പോവും. ബാക്കി 2d മൈനസ് സി. ഒന്ന് മൈനസും ഒന്ന് പ്ലസും ആയതുകൊണ്ട് അത് 0 ആയിപ്പോവും. ബാക്കി 2d മൈനസ് സി. ഇനി ഇവിടെ എന്താവും? 2d - d ഈസ് d. ഇത് രണ്ടും കൂടെ -2c. അപ്പോൾ d - 2c. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഫിഗർ ഇറ്റ് ഔട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.